Has anybody else taken any interest in your calling? കാലവർഷം കനത്തു കഴിഞ്ഞാൽ കാസർഗോഡ് വലിയപറമ്പ് സ്വദേശി സുലൈമാന് പിന്നെ ഉറക്കമില്ലാത്ത നാളുകളാണ്. അതെന്താണെന്നല്ലേ? എത്ര ശക്തമായ കാറ്റും കോളുമൊക്കെയാണെങ്കിലും കടലിൽ പോയവരെ കണ്ടെത്താൻ സുലൈമാനും അദ്ദേഹത്തിന്റെ ഹാം റേഡിയോയും എപ്പോഴും റെഡിയാണ്. കാസർഗോഡ് ജില്ലയിൽ കടലിൽ അപകടം വന്നാൽ ആദ്യം വിളിക്കുന്നത് സുലൈമാനെയാണ്. ഫിഷറീസും പോലീസും ദുരന്ത നിവാരണ സേനയുമൊക്കെ ഈ മധ്യവയസ്കരെ തേടിയെത്തും. വാർത്താവിനിമയ സംവിധാനം തകർന്ന സ്ഥലങ്ങളിലും ഉൾക്കടലുകളിലും കപ്പലുകളിലും ഫോൺ ബന്ധം ലഭിക്കാത്ത സ്ഥലങ്ങളിലുമെല്ലാം ഹാം റേഡിയോ വഴി ബന്ധപ്പെടാനാകും. കഴിഞ്ഞ ടൌട്ടെ ചുഴലിക്കാറ്റ് ജാഗ്രതാ സന്ദേശം ലഭിച്ചതു മുതൽ ജില്ലയിലെ പുറംകടലിൽ പോയ ബോട്ടുകൾക്ക് നിരന്തരം സന്ദേശമയച്ചാണ് ഇദ്ദേഹം ഇവരെ സഹായിച്ചത്. 27 വർഷം മുൻപ് തുടങ്ങിയതാണ് സുലൈമാന്റെ ഈ സേവനം. ഗൾഫിൽ ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഹാം റേഡിയോയെ കുറിച്ച് അറിയുന്നത്. കടലിൽ നിന്ന് കരയിലേക്ക് വിവരങ്ങൾ നൽകാൻ കമ്പനി സുലൈമാനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ സാങ്കേതിക വശം അടുത്തറിഞ്ഞ സുലൈമാൻ സ്വന്തം വീട്ടിലും ഹാം റേഡിയോ സേവനം ആരംഭിച്ചാലോ എന്ന് ചിന്തിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് നാട്ടിലെത്തിയ ശേഷം വീട്ടിൽ ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. പക്ഷേ അതിന് വിലക്കായത് ലൈസൻസ് പ്രശ്നമായിരുന്നു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വയർലെസ് പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ വിംഗാണ് ഇന്ത്യയിൽ ഹാം റേഡിയോ ലൈസൻസ് നൽകുന്നത്. പിന്നീട് പരീക്ഷ എഴുതി ലൈസൻസ് കരസ്ഥമാക്കുകയായിരുന്നു. 1994 മുതൽ എല്ലാ ഉപകരണങ്ങളും സ്വന്തമായി വാങ്ങി ഹാം റേഡിയോ സർവീസ് വീട്ടിൽ നിന്ന് നടത്തിവരികയാണ്. നീലേശ്വരത്തുള്ള ഷാജി, ശ്രീരാജ് എന്നിവരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അടുത്ത കാലത്ത് നടന്ന എല്ലാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും ഈ ഹാം റേഡിയോ ഓപ്പറേറ്റർമാരുടെ സേവനം പോലീസും ദുരന്ത നിവാരണ സേനയും കോസ്റ്റൽ പോലീസും ഉപയോഗിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലും നേപ്പാളിലുമുണ്ടായ ഭൂകമ്പങ്ങളിൽ ഹാം റേഡിയോ ഓപ്പറേറ്റർമാർക്കൊപ്പം സുലൈമാനുമുണ്ടായിരുന്നു. സ്കൂൾ കലോത്സവങ്ങളിലും മറ്റും ഇദ്ദേഹത്തിന്റെ സേവനം ആവശ്യപ്പെട്ട് അധികൃതർ എത്താറുണ്ട്. ഇത്തരത്തിൽ ഹാം റേഡിയോയുടെ 100ഓളം സ്റ്റേഷനുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 3 ജില്ലകളിലെയും ഓപ്പറേറ്റർമാരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് സേവനം സാധ്യമാകുന്നതെന്ന് സുലൈമാൻ പറയുന്നു. നമുക്ക് ഇങ്ങനെ പ്രകൃതി ദുരന്തമായിട്ട് എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോസ്റ്റൽ പോലീസ് എന്നോ ഫിഷറീസ് ഒക്കെയുള്ള മെസ്സേജുകൾ കിട്ടുന്ന സമയത്ത് നമ്മൾ ജാഗ്രതാ രൂപരായിട്ട് ഇവിടെ ഇരിക്കും. അത് വാച്ച് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഏതൊക്കെ പിള്ളിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വർക്ക് ചെയ്യും. ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ 2-3 ദിവസങ്ങളൊക്കെ നമ്മൾ ഉറക്കൊഴിഞ്ഞിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓക്കി ദുരന്തങ്ങളുണ്ടായത്, അതുപോലെ നമ്മുടെ ഇടുക്കിയിലുണ്ടായിരുന്ന ദുരന്തങ്ങളിൽ. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ സമയത്ത് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. സമയം ഡെസ്ക്, കാസർഗോഡ്.